ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു നക്ഷത്ര വ്ലോഗ്സ്. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഷോറൂമിൽ നിന്ന് ഊട്ടിയിലേക്ക് ടൂർ പോകുന്ന ദിവസമാണ് ഗൈസ്. 24-ാം തീയതിയായിരുന്നു നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. 27-ാം തീയതി തിരിച്ചെത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതേ അവിടെ പോകുമ്പോഴുള്ള ഒരുപാട് കാഴ്ചകൾ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ഗൈസ് കണ്ടത് കാണാൻ നല്ല ഉണ്ടായിരുന്നു. അപ്പോൾ രണ്ടാമത് വീഡിയോ എടുത്ത് തോന്നിട്ടുണ്ട്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതല്ല ഗൈസിൻ്റെ അപ്പുറത്തൊക്കെ ഉണ്ടാവും. ഇതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായത്. ഫുൾ ക്ലൗഡും അതുപോലെ തന്നെ സ്റ്റെപ്പ് പോലെ ആയിട്ട് ഫുള്ളിങ്ങനെ പച്ചപ്പൊക്കെ നിറഞ്ഞ് ഫുൾ ഗ്രാസൊക്കെ ആയി നിറച്ച് മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. നല്ല അടിപൊളി കാഴ്ചയായിരുന്നു കേട്ടോ. അപ്പോൾ ഗൈസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ 24-ാം തീയതി രാത്രിയായിരുന്നു പോയിട്ടുണ്ടായിരുന്നതെന്ന്. അപ്പോൾ ആ രാത്രി എടുത്ത ചെറിയ റീൽസാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് കുറച്ചായിട്ട് ചെയ്തതാണ്. ബാക്കി ഞാൻ ഷോർട്സിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അതിനുശേഷം ഗൈസ് നമ്മൾ റൂമിൽ പോയി ഫ്രഷായി ഡ്രസ്സൊക്കെ മാറിയതിന് ശേഷം നമ്മൾ ടീ ഫാക്ടറിയിൽ പോവാണ്. അപ്പോൾ അവിടെ ചെറിയൊരു ടൈ കെട്ടാനുണ്ടായിരുന്നു. അത് കെട്ടിയാലേ നമുക്ക് എന്താ പറ്റുക, ഉള്ളിൽ നിന്ന് ഇങ്ങനെ ചായപ്പൊടിയും ചോക്ലേറ്റ് ഫാക്ടറിയിലും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അവിടെ നിന്നും ചോക്ലേറ്റ് നമുക്ക് വാങ്ങിക്കാൻ പറ്റൂ. അതിൻ്റെ അകത്തൊക്കെയൊക്കെ ഒരു സ്കാൻ ചെയ്തിട്ട് നമുക്ക് പുറത്തുനിന്ന് കിട്ടും കേട്ടോ. അപ്പോൾ ഇതായിരുന്നു ഞാൻ ഇട്ട ഡ്രസ്സ്. അപ്പോൾ ബാക്കിൽ കുറച്ച് വലിയ ക്യൂ ആയിരുന്നു കേട്ടോ. അങ്ങ് വരെ ക്യൂ ഉണ്ടായിരുന്നു. അപ്പം പക്ഷേ ക്യൂ ഒക്കെ വേഗം നീങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളി, അവിടെ നിന്ന് നല്ല അടിപൊളി വ്യൂ ആയതുകൊണ്ട് വ്യൂ ഒക്കെ ആസ്വദിച്ച് മെല്ലനെ നമ്മൾ നടക്കുകയായിരുന്നു. അതിനുശേഷം ഗൈസ് ക്യൂ ഒക്കെ മെല്ലനെ നീങ്ങി നമ്മൾ ഉള്ളിലേക്ക് എത്തി. അപ്പോൾ അവിടെ എപ്പോഴാണ് ടീ കണ്ടുപിടിച്ചത്, എവിടെയാണ് കണ്ടുപിടിച്ചത് എന്നൊക്കെയുള്ള ഒരുപാട് ലിസ്റ്റും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഗൈസ് ചായപ്പൊടി ആക്കുന്ന ഓരോരോ പ്രോസസ്സ് ഇങ്ങനെ മനസ്സിലായിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ മെഷീനിൽ കൊണ്ടുപോയി ആ ഗ്രീൻ ലീഫ് എടുത്തിട്ട് ഒരു മെഷീനിലിട്ടു. അത് കറങ്ങി പൊടി പോലെ ആയിട്ട് ഒരു ഫുള്ളിങ്ങനെ എന്താ പറയുക ചതഞ്ഞിങ്ങനെ വേറെ മെഷീനിൽ പോയി അതും വീണ്ടും കറങ്ങി ചായപ്പൊടിയായി മാറുന്നതായിരുന്നു ഇട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഞാൻ ഇതൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല, കുറച്ച് ഭാഗങ്ങൾ ഞാൻ ഇങ്ങനെ കാണിച്ചിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം ഗൈസ് ആ സൈഡിലൊരു വലിയ മെഷീൻ ഉണ്ടായിരുന്നു, സിൽവർ കളർ. അതിൻ്റെ അകത്തും പോയി തിരിഞ്ഞ് ഒരു ബ്ലാക്ക് കളർ ചായപ്പൊടി നമ്മൾ കണ്ടോ, ചായപ്പൊടി കണ്ടോ, അങ്ങനെ അങ്ങ് മേലോട്ട് പോയി പൊഴിഞ്ഞൊരു ഷീറ്റിൽ വേഗമാണ് ചെയ്യുക. അപ്പോൾ അവിടെ നിന്ന് നല്ല സൂപ്പർ ചായ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ചായ ആക്കി ആ ഒരു ചായപ്പൊടി നമ്മൾ അവിടെ നിന്ന് തന്നെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളി ചായയായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫ്രീ ആയിട്ട് അവിടെ നിന്ന് കിട്ടുന്നതാണ്. അതിനുശേഷം ഗൈസ് നമ്മൾ ചോക്ലേറ്റ് ഫാക്ടറിയിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉള്ളിലേക്ക് വരുമ്പോൾ തന്നെ ഭയങ്കര ചോക്ലേറ്റൊക്കെ, നമുക്ക് 3 ചോക്ലേറ്റ് അവിടെ ഇങ്ങനെ വിൽക്കും. അത് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും കേട്ടോ. ചോക്ലേറ്റ് അവർ നമുക്കിങ്ങനെ തിരിഞ്ഞാണ് കണ്ടോ, സൈഡിൽ കണ്ടോ. അപ്പോൾ നമ്മൾ ബട്ടർ സ്കോച്ചിൻ്റെ ഒരു നട്ടീസും പിന്നെ ഒരു ബാർ പോലത്തെ ചോക്ലേറ്റും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താ ഒരു 3 ഫസ്റ്റ് തന്നെ ഗൈസ് കണ്ടോ, ആ 3 ചോക്ലേറ്റ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും ഗൈസ്. അത് നല്ല അടിപൊളിയായിരുന്നു. അതിനുശേഷം സൈഡിൽ ഇങ്ങനെ ചോക്ലേറ്റ് ഇങ്ങനെ മെൽറ്റാകുന്ന കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര കൊതി തോന്നിട്ട് ഭയങ്കര നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതിനുശേഷം അത് അവിടെ നിന്ന് ആ സൈഡിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്തത്, ചോക്ലേറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് കണ്ട ഗൈസ്. അപ്പോൾ നമ്മൾ ആ ഒരു ബട്ടർ സ്കോച്ചിൻ്റെ നട്ടീസ് ആയിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഇതാണ് ഗൈസ് ഇന്നു. അപ്പോൾ അതിന് ശേഷം നമ്മൾ പുറത്തിറങ്ങി ഞാനൊരു സൺഗ്ലാസ് വാങ്ങിച്ചു ഗൈസ്. അമ്മയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഗൈസ്. എന്നെ കാണാൻ വേണ്ടിയിട്ട് നല്ല ഉണ്ടായിരുന്നു. അതിനുശേഷം ഗൈസ് നമ്മൾ ബസ്സിലൊക്കെ കയറി ഇരുന്നു. അതിനുശേഷം ഗൈസ് ഇന്നു വാങ്ങിച്ചതാണ് ഇങ്ങനെ കൊട്ടുന്ന സാധനം. അതിനുശേഷം നമ്മളിത് എല്ലാവരും വന്നു, നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പാട്ട് വന്നപ്പോൾ ഇന്നും എണീറ്റ് നിന്ന് ഡാൻസ് കളിക്കായിരുന്നു കേട്ടോ. അപ്പോൾ അവളെ ഞാൻ പിടിച്ചതാണ് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഗൈസ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പം നമ്മൾ കുറച്ച് പേര് ഞാനൊക്കെ ബിരിയാണി ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞാൻ അശ്വതൻ, അഫ്സലാമൻ, ഹൃതിമാമനും ലിജിനാൻ്റിയും ഒക്കെ ബിരിയാണി ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇഞ്ചപ്പനും അമ്മയും അച്ഛനും എന്താ പറയുക നൂഡിൽസും ഫ്രൈഡ് റൈസായിരുന്നു കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് പേര് ഇപ്പുറത്ത് കുറേ ആൾക്കാർക്ക് ഇരിക്കേണ്ട സീറ്റ് ഉണ്ടായിരുന്നു അവിടെ ഇരുന്നത്. ബാക്കി കുറച്ച് പേര് അപ്പുറത്തെ സീറ്റിലായിരുന്നു കേട്ടോ ഇരുന്നിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഗൈസ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് എവിടെയായിരുന്നു എനിക്ക് ഓർമ്മയില്ല കേട്ടോ. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ ക്യാരറ്റ്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ നല്ല അടിപൊളി ഫ്രഷ്, എല്ലാവരും ഇറങ്ങി കേട്ടോ, നല്ല അടിപൊളി ഫ്രഷ് ആയിട്ടുള്ള ക്യാരറ്റ് കിട്ടും. ഇവിടെ ആണെങ്കിൽ കാറ്റടിച്ചപ്പോൾ ഗൈസ് ഒടുക്കത്തെ തണുപ്പായിരുന്നു ഗൈസ്.
തണുപ്പ് സഹിക്കാൻ പറ്റിയിട്ടില്ല, എക്സ്ട്രീം തണുപ്പായിരുന്നു. മേലൊക്കെ നോക്കുമ്പോൾ ഫുൾ കോട നിറഞ്ഞ് നിൽക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ കോൺ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗൈസ് ഈ ഒരു ഇങ്ങനെ വെള്ളം മുന്നിരുന്നാണ് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ബാക്കിയുള്ളവരെ നമ്മളിവിടെ വെയിറ്റ് ചെയ്തതാട്ടോ. അതിനുശേഷം നമ്മൾ റൂമിലേക്ക് പോവുകയാണ് ചെയ്തത്. ബാക്കി പാർട്ട് 2 ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.